ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 21, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ന്യൂസ് ഹെഡിങ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. അതായത്, ഇന്ത്യ വിജയകരമായി അഗ്നി 5 പരീക്ഷിച്ചു, പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ, ഇന്ത്യൻ റെയിൽവേ ആദ്യമായി നീക്കം ചെയ്യാവുന്ന സോളാർ പാനൽ കമ്മീഷൻ ചെയ്തു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ അഗ്നി 5. ഇന്ത്യ വിജയകരമായി അഗ്നി 5 പരീക്ഷിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്. അതായത്, അഗ്നി 5 ഇന്ത്യയുടെ ഏറ്റവും ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അത് വളരെ വിജയകരമായി പരീക്ഷിച്ചു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. DRDO പരീക്ഷിച്ച 5000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏത് മിസൈലാണ് 2025 ഓഗസ്റ്റ് 20 വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി 5. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 20 ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വളരെ വിജയകരമായി പരീക്ഷിച്ച ഒരു മിസൈൽ ആണ് അഗ്നി 5. ഇതിന്റെ റേഞ്ച് ആയിരുന്നു 5000 കിലോമീറ്റർ വരെ. 5000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നു അഗ്നി 5 ഓഗസ്റ്റ് 20 വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 20 പരീക്ഷിച്ച അഗ്നി 5ന്റെ പരമാവധി ദൂരപരിധി എത്രയായിരിക്കും? ഏകദേശം 7000 കിലോമീറ്റർ. ഏകദേശം 7000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് അഗ്നി 5. അഗ്നി 5 ഇപ്പോൾ 7500 കിലോമീറ്റർ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഓഗസ്റ്റ് 20 DRDO നടത്തിയിട്ടുള്ളത് അഗ്നി 5യുടെ. 2025 ഓഗസ്റ്റ് 20 അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏത് ശ്രേണിയിൽ നിന്നാണ് പരീക്ഷിച്ചത്? ചാന്ദിപ്പൂർ, ഒഡീഷ. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് അഗ്നി 5 വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഇന്നലെ നടത്തിയിട്ടുള്ള ആ പരീക്ഷണം 5000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആയിരുന്നു അഗ്നി 5 ഇന്നലെ നടത്തിയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് ഫയർ. ഏത് സംഘടനയാണ് അഗ്നി 5 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത്? DRDO. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അഗ്നി 5 എന്ന് പറയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അഗ്നി 5യുടെ പ്രൊജക്ട് ഹെഡ് ആയിരുന്നു ടെസ്സി തോമസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ, പുതിയ ഭരണഘടനാ ഭേദഗതി ബിൽ. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 20 ലോക്സഭയിൽ ഭരണഘടന 130 ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ ശ്രീ അമിത് ഷാ. ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള 130ാമത്തെ ഭേദഗതി ബിൽ 138th അമെൻമെന്റ് ബിൽ അവതരിപ്പിച്ചു ഓഗസ്റ്റ് 20. ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ശ്രീ അമിത് ഷാ ആണ്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമാണ് അമിത് ഷാ. 2025 ഭരണഘടന 130ാം ഭേദഗതി ബിൽ എന്താണ്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തേക്ക് തടങ്കൽ വെച്ചാൽ അവരെ സ്വയമേവ നീക്കം ചെയ്യും. 130ാമത്തെ ഭേദഗതി ബിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ 30 ദിവസത്തേക്ക് തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒഫൻസ് 5 വർഷം മുകളിൽ പനിഷ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഒഫൻസുകൾ ഉണ്ടെങ്കിൽ അവരെ സ്വയം നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. ഇത് പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റേഴ്സിന് ബാധകമാവുന്ന ഒന്നാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യൻ റെയിൽവേ കമ്മീഷൻ ഫസ്റ്റ് റിമൂവബിൾ സോളാർ പാനൽ. ഇന്ത്യൻ റെയിൽവേ ആദ്യമായി നീക്കം ചെയ്യാവുന്ന സോളാർ പാനൽ കമ്മീഷൻ ചെയ്തു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത്, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ റിമൂവബിൾ സോളാർ പാനൽ ആണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? വാരണാസി.
വാരണാസിയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സോളാർ പാനൽ ലഭിച്ചിട്ടുള്ളത്. അതായത് ട്രാക്കുകൾക്കിടയിൽ റിമൂവബിൾ സോളാർ പാനൽ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നീക്കം ചെയ്യാവുന്ന സോളാർ പാനൽ സംവിധാനം കമ്മീഷൻ ചെയ്ത ലോക്കോമോട്ടീവ് വർക്സിന്റെ പേരെന്താണ്? ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് BLW. വാരണാസിയിലുള്ള ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് ആണ് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ സോളാർ പാനൽ വെക്കാവുന്ന രീതിയിലുള്ള ആദ്യത്തെ ഒരു സോളാർ പാനൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് എത്ര മീറ്റർ നീക്കാവുന്ന സോളാർ പാനൽ സംവിധാനം കമ്മീഷൻ ചെയ്തു? 70 മീറ്റർ. 70 മീറ്റർ വരെയുള്ള ഒരു പുതിയ സിസ്റ്റമാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ട്രാക്കിനിടയിൽ സ്ഥാപിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ അത് നീക്കം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സോളാർ പാനൽസ് ആണ് റെയിൽവേ ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. 1961 സ്ഥാപിതമായപ്പോൾ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സിന്റെ മുൻ പേര് എന്തായിരുന്നു? ഡീസൽ ലോക്കോമോട്ടീവ് വർക്സ് DLW. DLW എന്ന പേരിൽ ആണ് 1961 ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് 2020 ഡീസൽ ലോക്കോമോട്ടീവ് വർക്സിനെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് ആയിട്ട് പേര് മാറ്റിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റേറ്റിംഗ് ആണ്. സൗത്ത് സെൻട്രൽ റെയിൽവേ മേക്സ് ഹിസ്റ്ററി ആസ് 5 കീ ഡിപ്പാർട്ട്മെന്റ്സ് കം അണ്ടർ വുമൻസ് ലീഡർഷിപ്പ്. 5 പ്രധാന വകുപ്പുകൾ വനിതാ നേതൃത്വത്തിന് കീഴിൽ വരുന്നതോടെ സൗത്ത് സെൻട്രൽ റെയിൽവേ ചരിത്രം സൃഷ്ടിച്ചു. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ആദ്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട 5 ഡിപ്പാർട്ട്മെന്റിലെ വനിതകളുടെ ഒരു നേതൃത്വം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ റെയിൽവേയുടെ ഏത് മേഖലയിലാണ് ഏറ്റവും നിർണായകമായ 5 വകുപ്പുകൾ വനിതാ ഓഫീസർമാർ നയിക്കുന്നത്? സൗത്ത് സെൻട്രൽ റെയിൽവേ SCR. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. അതായത് വളരെ പ്രധാനപ്പെട്ട 5 വകുപ്പുകൾ, അതിന് ഡിപ്പാർട്ട്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ പൊസിഷൻ നിൽക്കുന്നത് വനിതകളാണ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ. അതായത് 5 വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ്, 5 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ്. ചരിത്രത്തിൽ ആദ്യമായി സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഏതൊക്കെ വകുപ്പുകളെ 5 വനിതാ ഓഫീസർമാർ നയിച്ചു? ഓപ്പറേഷൻസ്, കമേഴ്സ്യൽ, ഫിനാൻസ്, സെക്യൂരിറ്റി ആൻഡ് മെഡിക്കൽ. 5 ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഓപ്പറേഷൻ, കമേഴ്സ്യൽ, ഫിനാൻസ്, സെക്യൂരിറ്റി, മെഡിക്കൽ എന്നീ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ആദ്യമായിട്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഹെഡ് വനിതകൾ എന്ന ലെവലിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേക്ക് എത്ര സോണുകളുണ്ട്? 17 മേഖല. 17 സോൺസ് ആണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത് ഇപ്പോൾ. ആ 17 സോൺസ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സോൺസ് ആണ്. കൂടാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സോൺസ് ഉണ്ട്. ഓപ്പറേഷനിൽ നിൽക്കുന്ന സോൺസ് ആണ് 17. പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏത് റെയിൽവേ സോണിലാണ് വരുന്നത്? ദക്ഷിണ റെയിൽവേ മേഖല. സദേൺ റെയിൽവേ സോണിന്റെ അണ്ടറിൽ വരുന്ന ഡിവിഷൻസ് ആണ് പാലക്കാട് ഡിവിഷൻ, തിരുവനന്തപുരം ഡിവിഷൻ. ഇത്തരത്തിലുള്ള 6 ഡിവിഷൻസ് ആണ് സദേൺ റെയിൽവേ സോണിന്റെ അണ്ടറിൽ വരുന്നത്. ടോട്ടൽ 17 സോൺസ് ആണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത്, മോസ്റ്റ് ഓപ്പറേഷണൽ സോൺസ് ആയിട്ട്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അനന്ത്ജിത് സിംഗ് നറൂക്ക വിൻസ് ഗോൾഡ് ഇൻ ദി മെൻസ് സ്കീറ്റ് ഇവന്റ്. പുരുഷന്മാരുടെ സ്കീറ്റ് ഇനത്തിൽ അനന്ത്ജിത് സിംഗ് നറൂക്ക സ്വർണം നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്വർണമാണ് സ്പോർട്സിൽ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ ഒളിമ്പ്യൻ അനന്ത്ജിത് സിംഗ് നറൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങിലെ ഒരു പ്രൊഫഷണൽ താരമാണ് അനന്ത്ജിത് സിംഗ് നറൂക്ക. ഇദ്ദേഹത്തിനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് നേടിക്കൊടുത്തിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 20 ഏത് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അനന്ത്ജിത് സിംഗ് നറൂക്ക ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത്? ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് 2025. 2025 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ആണ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. ഇതിലാണ് ഇന്ത്യക്ക് വേണ്ടി അനന്ത്ജിത് സിംഗ് നറൂക്ക സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുന്നത്? ഷിംകൻ, കസഖ്സ്ഥാൻ.
കസഖ്സ്ഥാനിലെ ഒരു സിറ്റിയാണ് ഷിംകെന്റ്. ഷിംകെന്റിലാണ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കസഖ്സ്ഥാൻ എന്ന രാജ്യം ഇത് സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ്. ഇതിന്റെ ക്യാപിറ്റൽ ആണ് ആസ്ഥാന. കറൻസി കസഖ്സ്ഥാനി ടെങ്കെ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: മുഹമ്മദ് സലാ വിൻസ് റെക്കോർഡ് തേർഡ് PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ്. മുഹമ്മദ് സലാ റെക്കോർഡ് മൂന്നാമത്തെ PFI പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടി. ഏത് മേഖലയിലാണ് മുഹമ്മദ് സലാ ഈ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 20 ഇംഗ്ലീഷ് ഫുട്ബോളിൽ പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ മികച്ച പുരുഷ വനിതാ കളിക്കാരന്റെ പേര് മുഹമ്മദ് സലാ പുരുഷന്മാരിൽ, മരിയാനോ കാൽഡൻഡി വനിതകളിൽ. ഇന്ന് UK വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷൻ ആണ് പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഇംഗ്ലീഷ് ഫുട്ബോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു മികച്ച പ്ലേയേഴ്സ് എന്ന രീതിയിൽ എടുത്തിട്ടുള്ള രണ്ടുപേരാണ് മുഹമ്മദ് സലാ, അതോടൊപ്പം തന്നെ മരിയോണ കാൽഡൻഡി. മുഹമ്മദ് സലാ ഈജിപ്ത് പ്ലെയർ ആണ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു അവാർഡ് നേടുന്നത്. അതുപോലെ തന്നെ മരിയോണോ കാൽഡൻഡി സ്പാനിയഡ് പ്ലെയർ ആണ്. ഈ രണ്ടുപേരും എടുത്തിട്ടുള്ളത് മറ്റു താരങ്ങളുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.